ഒരു ഉദ്യോഗസ്ഥൻ, പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, വരും ദിവസങ്ങൾ അദ്ദേഹത്തിന് നടപടി വന്ന പത്രത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. ആ ഉദ്യോഗസ്ഥൻ്റെ ദിവസം 8:30 മണിക്കും 1:30 മണി, നമുക്കറിയാം 8:30 മണി മുതൽ 1:30 മണി വരെയാണ് കേരളത്തിൽ എല്ലായിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. ജനങ്ങൾക്കെല്ലാം അറിയാം. ഞാനിപ്പോൾ ആരെങ്കിലും നിഷേധിച്ചാൽ അവർ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. 8:30, ചില സ്ഥലത്ത് 9:30ക്കാണ് തുടങ്ങുന്നത്. ഇടുക്കി ജില്ലയിലൊക്കെ 9:30 കഴിഞ്ഞ് തുടങ്ങും. കാരണം സമയം ദൂരെ നിന്ന് ആൾക്കാർ വരണമെന്നുള്ളത് 9:30, 10:30 ആവും. 1:30 മണിക്ക് മുമ്പേ ഡ്രൈവിംഗ് ടെസ്റ്റ് തീരും എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതൊരു സത്യമാണ്. അല്ലെന്നൊക്കെ ആര് പറഞ്ഞാലും നിങ്ങളും ഞാനും പൗരന്മാരെന്ന നിലയിൽ നമ്മൾ വിദഗ്ധരൊന്നുമല്ല, നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അതിൽ ഒരു ദിവസം ഒരു വ്യക്തി മലപ്പുറം ജില്ലയിലെ പൊന്നാനി RTO ഓഫീസിൽ 22/2/2024 ഒരു ഉദ്യോഗസ്ഥൻ ഒരു ദിവസം 147 ലൈസൻസ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. 147 പേരെ ഈ 8:30 മണിക്കും ഈ 1:30 മണിക്കും ഇവിടെ. 8:30 ഞാൻ കൂട്ടി പറയണം, 9:30 തുടങ്ങുള്ളൂ. 9:00 ആവും, 10:00 ആവും. പക്ഷേ 8:30 ഓക്കെ, 8:30 വേണേൽ 7:30 വെച്ചോ, 7:30 തുടങ്ങിയെന്ന് വെച്ചോ, 7:30 ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. പക്ഷേ 147 ലൈസൻസ് പരിശോധിക്കുകയും അതിൽ 100-ലധികം ആളുകളെ വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മഹത്തായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് പറയാൻ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. കാരണം അദ്ദേഹം ഇതേ സമയം 50 വണ്ടികൾ അപ്പുറത്തൊരു ഗ്രൗണ്ടിൽ ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്കുണ്ടോ, ടയറെല്ലാം കറക്റ്റാണോ, ബ്രേക്ക് കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ടോ, വണ്ടിയുടെ എല്ലാ സേഫ്റ്റി സൈഡും ശരിയാണോ എന്ന് ഇദ്ദേഹം അവിടെ ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതേ ഇദ്ദേഹം തന്നെ ഉച്ചയ്ക്ക് ശേഷം 38 ഹെവി ലൈസൻസുകൾ, ഒരു T ഷേപ്പിൽ എടുക്കണം, പിന്നെ റോഡിൽ കൂടെ ഓടിച്ച് കാണുക, ഹെവി ലൈസൻസുകൾ ഇഷ്യൂ ചെയ്തു. അദ്ദേഹം അവിടം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചു. വേറൊരു കഴിവും കൂടി തെളിയിച്ചു. 16 പേരെ, പഴയ കാലത്ത് ലൈസൻസ് ഉള്ളവരെ അത് നഷ്ടപ്പെട്ടു പോയി പുതുക്കുമ്പോൾ ഒന്ന് ഓടിച്ച് നോക്കണതുകൊണ്ട് ഈ 16 പേരെയും പരിശോധിച്ചു. ഇത്തരം അത്ഭുതകരമായ കഴിവുകളുള്ള അപൂർവ സിദ്ധിയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഉദ്യോഗസ്ഥന്മാരിൽ. അപ്പോൾ അവരെ ഒന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ടെസ്റ്റ് നടത്തി തിരുവനന്തപുരത്ത് വെച്ച്. വളരെ സിമ്പിൾ ടെസ്റ്റാണ്, ആരെയും മോശക്കാരനാക്കാനല്ല. ഈ അത്ഭുതകരമായ ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ 100 കണക്കിന് ലൈസൻസുകൾ ഒരു ദിവസം കൊടുക്കാൻ കഴിയും. റേഷൻ കാർഡ് കൊടുക്കുന്ന പോലെ തന്നെ അപേക്ഷിച്ചാൽ ഇത്ര മിനിറ്റിനുള്ളിൽ ലൈസൻസ് കിട്ടുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ച് ഇവരെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു. ഇവരെ ടെസ്റ്റ് നടത്തി. എടുക്കണം, ആണല്ലോ ഇപ്പോൾ ലോകത്ത് Hന്റെ ഷേപ്പിലുള്ള ഒരു തിരിവ് എവിടെയും കണ്ടിട്ടില്ല. ലോകത്ത് വണ്ടി ഓടിക്കുന്ന എല്ലാവരും തിരിവ് Hന്റെ ഷേപ്പിലുള്ള വളവ് കണ്ടിട്ടുണ്ട്, സ്ട്രെയിറ്റ് കണ്ടിട്ടുണ്ട്, ഇറക്കം കണ്ടിട്ടുണ്ട്, കയറ്റം കണ്ടിട്ടുണ്ട്. പക്ഷേ Hന്റെ ഷേപ്പിൽ എവിടെയെങ്കിലും ഒരു റോഡ്, നമ്മളങ്ങനെ ഈ Hന്റെ ഷേപ്പിൽ റിവേഴ്സ് എടുത്ത് വരുന്ന ഏതെങ്കിലും റോഡ്, അല്ലെങ്കിൽ Hന്റെ ഷേപ്പിൽ ഫോർവേഡ് പോകുന്ന ഏതെങ്കിലും ഒരു റോഡ് ലോകത്ത് എവിടെയെങ്കിലും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അറിയാവുന്നൊരു സ്വയം ഒന്ന് ആലോചിക്കുക. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, എൻ്റെ ഒരു അറിവില്ലായ്മയായിരിക്കും. പക്ഷേ H എടുത്ത് ഈ പറയുന്ന റോഡ് ടെസ്റ്റ്, ബെൽറ്റ് ഇട്ട് കണ്ണാടി അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ഗിയർ, 4 ഗിയർ ആണെങ്കിൽ 5 ഗിയറിൻ്റെ 5 ഗിയർ മാറണം, വളഞ്ഞു പോകണം, റോഡ് നിർത്തി കാണിക്കണം. ഈ ടെസ്റ്റ് ചെയ്യുന്ന ആൾ നിർത്തൂ എന്ന് പറഞ്ഞാൽ അവിടെ ഒതുക്കി നിർത്തും, നടുക്ക് നിർത്തി അപ്പോഴേ പോയി. ഇതെല്ലാം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതാണ്ട് ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് A മുതൽ X വരെ അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. A മുതൽ X വരെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ സമയം കൊണ്ട്. അതായത് 8:30 മണിക്കും 1:30 മണിക്കും ഇടയ്ക്ക് 147 ലൈസൻസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4 മിനിറ്റ്, 3 മിനിറ്റ്, 6 മിനിറ്റ്. അപ്പോൾ ഇതൊന്നും അറിയണമല്ലോ എന്ന് വെച്ചാൽ ടെസ്റ്റിന് വിളിച്ചു. അവർ ടെസ്റ്റിന് വന്നു. അവരെല്ലാം കൂടുതലായിട്ട് 100-120 മേളിൽ കൊടുത്തവരെല്ലാം ടെസ്റ്റ് ചെയ്തു. പക്ഷേ അവർ തെളിയിക്കുമ്പോൾ 12 മിനിറ്റ് സമയത്തിനുള്ളിൽ പോലും ഒരാളുടെ ടെസ്റ്റ് എടുക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും മിനിമം 15 മുതൽ 18 മിനിറ്റെങ്കിലും വേണം. ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്താൽ, ഫാസ്റ്റസ്റ്റ് ടൈമിൽ ചെയ്താൽ 18 മുതൽ ഒരു 15-20 മിനിറ്റ് വേണ്ടി വരും. പക്ഷേ 12 മിനിറ്റ് കൊണ്ട് പോലും ഇവർക്ക് ഒരാളെയും ടെസ്റ്റ് എടുക്കാൻ കഴിയില്ല. അതായത് റോഡ് ടെസ്റ്റ് മാത്രം. H കൂടെ ഉണ്ടെങ്കിൽ ഇനിയും കൂടും. ഇത് രണ്ടും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഉദ്യോഗസ്ഥന്മാരവിടെ പരാജയപ്പെട്ടു. ഇവരെ ഇത്രയും വലിയ നല്ല കാര്യങ്ങൾ, 125 ലൈസൻസും ഒരു ദിവസം ടെസ്റ്റ് ചെയ്യുക, TV ലൈസൻസ് ഒരു 38 കൊടുക്കുക, വീക്ഷിക്കുകയല്ല കൊടുക്കുക. അതിൽ 2 ടെസ്റ്റ് പറയുന്നുണ്ട്. അതിൽ ഒരു ടെസ്റ്റ് മാത്രം അത്ര ചെയ്തിട്ടുള്ളൂ എന്ന് ധൈര്യത്തോടെ പേപ്പറിൽ എഴുതി വയ്ക്കുക. ഇത്തരം ആളുകൾ നമ്മുടെ നാടിന് ശാപമാണ്, ഡിപ്പാർട്ട്മെൻറ്റിന് ശാപമാണ്. നാടിന്, സർക്കാരിനും ഡിപ്പാർട്ട്മെൻറ്റിനും അപഖ്യാതിയും രാജ്യത്തിന് അപകടവും ഉണ്ടാക്കുന്ന ഇത്തരം ആളുകളെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അവരെ സർവീസിലിരിക്കാൻ അനുവദിക്കാൻ പാടില്ല.